കർത്താവേ, അങ്ങേക്ക് നന്ദി. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ആമേൻ. പരിശുദ്ധനായ ദൈവപുത്രന്റെ പവിത്രനാമത്തിന് ആദരവോടെ ആരാധനയുടെ സ്തോത്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ ബഹുമാന്യ ദൈവജുകളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. ഒരു നല്ല പുലരിയുടെ പുഞ്ചിരി കൂടി കാണാൻ നമ്മെ അനുവദിച്ച കരുണാമയനായ കർത്താവിന്റെ സ്നേഹസ്പർശനം ഈ പ്രഭാതത്തിൽ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അനുഭവിച്ചറിയാൻ ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിന്റെ ആലോചന പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ദൈവപുരുഷനായ മോശയ്ക്ക് അദമ്യമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. താനത് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്താ പ്രാർത്ഥന? പുറപ്പാട് 33:18 ആ പ്രാർത്ഥന കാണാം. യഹോവേ, നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. കർത്താവേ, അങ്ങയുടെ തേജസ്, അങ്ങയുടെ മഹത്വം എനിക്കൊന്ന് കാണിച്ചു തരണം. ദൈവ തേജസ് അഥവാ ദൈവമഹത്വം കാണാൻ കഴിയുമോ? ദൈവമഹത്വം വിസിബിൾ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് കാര്യമുണ്ടോ? സ്തോത്രം. പുറപ്പാട് 24:17 നോക്കൂ. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതമുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾ കണ്ടു. അതെ, ദൈവത്തിന്റെ തേജസ് പഴയ നിയമ വിശ്വാസികൾ കണ്ടു. പ്രിയരേ, പുറപ്പാട് പുസ്തകത്തിൽ അഭിഷിക്തൻ പ്രാർത്ഥിച്ചെങ്കിൽ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 14:21 മഹാദൈവം വാഗ്ദത്തം നൽകുന്നു. എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. തമ്പുരാൻ ആണയിട്ട് പറയുക, മോശേ, നീ മാത്രമല്ല, എന്നാണ് ഭൂമിയിലെ സർവ്വഭൂമിയും എന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ മഹത്വം കൊണ്ട് ഈ ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കും. തന്റെ ഭക്തന്റെ ആഗ്രഹത്തെ ദൈവം വാഗ്ദത്തം കൊണ്ട് പരിപോഷിപ്പിക്കുന്ന അനുഗ്രഹീത നിമിഷമാണ് നാം അവിടെ കാണുന്നത്. മക്കളെ, നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം പ്രാർത്ഥനയോടെ ദൈവസന്ധി സമർപ്പിച്ചാൽ മതി. കരുണയുള്ള കർത്താവ് അതിനെ തന്റെ വാഗ്ദത്തം കൊണ്ട് പരിപോഷിപ്പിക്കും. അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ തിരുവചനത്തിൽ ഉത്തരമുണ്ട് കേട്ടോ. സീൻ മരുഭൂമിയിൽ വെച്ച് ദൈവം മോശയ്ക്ക് വാഗ്ദത്തം നൽകിയെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ കാലമായപ്പോൾ പരിശുദ്ധാത്മ പ്രഖ്യാപിക്കുന്നു. ഹബക്കൂക്ക് 2:14 വെള്ളം കൊണ്ട് സമുദ്രം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അതേ പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ, കൃപായുഗത്തിന്റെ അവസാന നാളുകളിൽ വീണ്ടെടുപ്പുകാരൻ പറയുന്നു, ദൈവ തേജസ് കാണാൻ, ദൈവമഹത്വം കാണാൻ നീ ഒത്തിരി കാര്യമൊന്നും ചെയ്യണ്ട. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. ആമേൻ. ദൈവ തേജസ്സാകുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. നീ ദൈവ തേജസ് കൊണ്ട് പൊതിയപ്പെടും. നിന്റെ ഭവനം ദൈവ തേജസ് കൊണ്ട് നിറയപ്പെടും. നിന്റെ കൂട്ടായ്മ അഭിഷിക്തനെ ദൈവ തേജസ് കൊണ്ട് നിറയും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ദൈവം സകലവും നമുക്ക് ദാനമായി നൽകിയതാണ്. സ്വന്തം പുത്രനെ പോലും നൽകി തന്നതാ എന്ന് തിരുവചനം പറയുന്നു. യെശയ്യാവ് 42:8 അവൻ തന്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കത്തില്ല. അവൻ പ്രിയരെ, അഭിഷേകത്തിന്റെ ശക്തി കൂടുകയോ കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യാം. എന്നാൽ ദൈവ തേജസ് നിന്നെ പൊതിഞ്ഞാൽ, നീ ദൈവ മഹത്വം ചുമക്കുന്നവനായാൽ, എത്ര കൊടിയ മന്ത്രവാദി നോക്കിയാലും ഒരാഭിചാര ശക്തിക്കും ദൈവ മഹത്വം നിന്നിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ആമേൻ. നമ്മുടെ കൂടിവരവുകളിൽ പ്രിയപ്പെട്ടവരെ, ആത്മതർവിന്റെ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മൾ അഭിഷിക്തനെ ദൈവം ഉപയോഗിക്കുന്നത് കാണുന്നു. എന്നാൽ കർത്താവിന്റെ തേജസ് കൊണ്ട് ഇറങ്ങി വന്നാൽ, ദൈവമഹത്വം ഇറങ്ങി വന്നാൽ എല്ലാ മഹത്വം കൈയടക്കും. തേജസ് കാര്യങ്ങൾ നിയന്ത്രിക്കും. പിന്നെ ദൈവദാസന്മാരായി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. പരിശുദ്ധാത്മാവ് എല്ലാം ഭംഗിയായി നന്നായി ചെയ്യും. ശലോമോന്റെ കാലത്ത് ദൈവ തേജസ് ആലയത്തിൽ നിറഞ്ഞതുകൊണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. നെടുമ്പാട് വീണുകിടന്ന് ദൈവത്തെ സ്തുതിക്കാനല്ലാതെ അവർക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ സമർപ്പണ ഹൃദയത്തോടായിരിക്കുന്ന ദൈവ പൈതലേ, മഹാദൈവം നിന്റെ മഹത്വത്തിന്റെ ശുശ്രൂഷയ്ക്കായി, തേജസ്സിന്റെ ശുശ്രൂഷയ്ക്കായി, ഗ്ലോറിയസ് മിനിസ്ട്രിക്കായി കരങ്ങളിൽ ഉപയോഗിക്കുന്ന ദിനങ്ങൾ വരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഡിനോമിനേഷൻ ഏതുമായി കൊള്ളട്ടെ, കൂടിവരവുകളിൽ ദൈവ തേജസ് ഇറങ്ങി വന്നാൽ ആശീർവാദം പറഞ്ഞാൽ ജനം പോകാതെ അവിടെ നിൽക്കുമെന്നേ. എന്നാൽ ശുശ്രൂഷകന്റെ പെർഫോമൻസ് നടക്കുകയാണെങ്കിൽ, ശുശ്രൂഷകന്റെ പെർഫോമൻസ് ആണ് അവിടെ നടന്നതെങ്കിൽ, ദൈവമേ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് ജനം ചിന്തിക്കും. കൂട്ടായ്മകളിൽ ദൈവമഹത്വം ഇറങ്ങിയാൽ പിന്നെ സഭാസ്ഥാനികൾക്ക് അവിടെ പ്രസക്തിയില്ല. പ്രസിഡന്റ്, ഓവർസിയർ, മെത്രാനും കർദിനാളും പാസ്റ്ററും അച്ഛനും എല്ലാം അപ്രസക്തമാകും. ശുശ്രൂഷകൻ തേജസ്സിൽ മറയും. ദൈവ മഹത്വം കാര്യങ്ങൾ നിയന്ത്രിക്കും. ആമേൻ.
അവിടെ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, മാനസാന്തരമുണ്ടാവും, മടങ്ങിവരവുണ്ടാവും, അനുതാപമുണ്ടാകും, ഏറ്റുപറച്ചിലുണ്ടാകും, അഭിഷേകത്തിന്റെ തീ ആളെ കത്താനിടയാകും. സ്തോത്രം. പ്രസംഗിയുടെ ലാവണ്യ വാക്കുകളോ തലനാരിഴ കീറിയുള്ള വ്യാഖ്യാനമോ അത്യാധുനിക സംഗീതോപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മാസ്മരിക ശബ്ദപ്രളയത്തിന്റെ ചടുല താളമോ അവൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ആർട്ടിഫിഷ്യലായ ഇടപാടുകൾ ഒന്നും അവിടെ പ്രസക്തമല്ല. ദൈവമഹത്വം ജനത്തെ നിയന്ത്രിക്കും. ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിഷിക്തൻ ജനങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കും. എന്നാൽ ദൈവം മഹത്വം ഇറങ്ങിയാൽ ജനം മഹിമ കണ്ട സാക്ഷികളായി സ്വർഗീയാനന്ദം ആസ്വദിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ 2 കാര്യങ്ങൾ അണിയിച്ചതായി പരിശുദ്ധാത്മ പറയുന്നു. സങ്കീർത്തനം 8:5 നീ അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചു, തേജസ്സും മഹത്വവും അണിയിച്ചു എന്ന് മറ്റൊരു പരിഭാഷ വായിക്കുന്നു. പിറന്നു വീണ കുഞ്ഞിനെ അമ്മ മനോഹരമായ ടവൽ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ മനുഷ്യനെ ദൈവം തേജസ് കൊണ്ട് പൊതിഞ്ഞു, മഹത്വം അണിയിച്ചു, ബഹുമാനം അണിയിച്ചു. കുഞ്ഞെ, ഏതൊരു തേജസ് അണിച്ചുന്ന മനുഷ്യൻ രോഗിയല്ലായിരുന്നു കേട്ടോ, ശാപഗ്രസ്തനല്ലായിരുന്നു, പരാജിതനല്ലായിരുന്നു. തേജസ്സിൽ പൊതിയപ്പെട്ട മനുഷ്യനിൽ മരണഭീതിയില്ലായിരുന്നു. പാപം നിമിത്തം തേജസ് നഷ്ടപ്പെട്ടവനെ ദൈവം പാപിയെന്ന് വിളിച്ചെങ്കിലും അവിടുത്തെ കരുണയുടെ ഉറവ് പറ്റിയില്ല. അവന്റെ പാപത്തിന് പരിഹാരം വരുത്തി വീണ്ടും അവനെ തേജസ്സണിയിക്കാൻ സ്വന്തം പുത്രനെ, അതെ, ദൈവം ഒരുക്കിയ പദ്ധതിയാണ് സ്വന്തം പുത്രനായ ക്രിസ്തുവിന്റെ പരമയാഗം. പ്രിയരെ, മനസ്സിലാക്ക്, ദൈവകുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മയും തേജസ്സിനകത്തുണ്ട്. മനുഷ്യൻ തേജസ്സിലേക്ക് മടങ്ങി വരുമ്പോൾ ഏതനിൽ നഷ്ടപ്പെട്ടതെല്ലാം അവന് തിരികെ ലഭിക്കുന്നു. ആമേൻ. കുഞ്ഞെ, പാപം വഴിവിട്ടും മടങ്ങി വരിക. ദൈവം നിന്നെ തേജസ് അണിയിക്കാൻ കാത്തു നിൽക്കുകയാണ്. അരുമനാഥൻ കാത്തു നിൽക്കുന്നു. മക്കളെ, ഇത് ദൈവം നിനക്കായി ഒരുക്കിയ സമയമാ. ഈ അവസരം നഷ്ടമാക്കരുത്. എന്താണ് തേജസ്? എബ്രായ ലേഖനകാരൻ പറയുന്നു 1:3 അവനവന്റെ തേജസ്സിന്റെ പ്രഭയും അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തി മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന ദൈവപുത്രനാണ് തേജസ്. തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും ക്രിസ്തു തന്നെ. തേജസ്സാകുന്ന ക്രിസ്തു മക്കളെ നിന്നിൽ വന്നാൽ നീയും തേജസ് കൊണ്ട് നിറയും. തേജസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദൈവമഹത്വമായ ക്രിസ്തുവിലേക്ക് വരിക എന്ന അർത്ഥം. വന്നാൽ നീയും തേജസ് കൊണ്ട് നിറയും. പ്രിയരെ, എന്തിനാണെന്നറിയാമോ പാപത്തിൽ ജീവിച്ച നമ്മയെല്ലാം ദൈവം വിളിച്ചു വേർതിരിച്ചത്? 2 തെസ്സലോനിക്കർ 2:14 അവിടെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ, തേജസ് പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കുഞ്ഞെ, നീ ലജ്ജിതനായി തലകുമ്പിട്ട് നടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. ദൈവ തേജസ് അണിഞ്ഞവനായി സഞ്ചരിക്കാനാണ്. ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന ദൈവപൈതലേ, നീ ദൈവ മഹത്വം ചുമക്കുന്നവനാണ്. തേജസ് ചുമക്കുന്ന നീ ലജ്ജിച്ചു പോകാൻ നിന്നെ തേജസ് അണിയിച്ച ദൈവം സമ്മതിക്കത്തില്ല. പ്രതികൂലത്തിന്റെ നടുവിലും പുഞ്ചിരിയോടെ നിൽക്കാൻ മക്കളെ കർത്താവ് നിന്നെ ബലപ്പെടുത്തും. ആമേൻ. കുഞ്ഞെ, ഒന്നാം മനുഷ്യനായ ആദാമിന്റെ വീഴ്ചയിൽ നഷ്ടമായ തേജസ്സിനെ മനുഷ്യ സന്തതിയിലേക്ക്, ആദാമ്യ സന്തതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സ്വർഗമൊരുക്കിയ പദ്ധതിയാ ഒടുക്കത്തെ ആദാമായ ദൈവപുത്രന്റെ ക്രൂശിലെ പരമയാഗം. ഹല്ലേലൂയ. റോമർ 3:23 തിരുവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. അങ്ങനെയെങ്കിൽ തേജസ്സിനെ അകറ്റി നിർത്തുന്നത് പാപമാണ്. അപ്പോൾ തേജസ് വർദ്ധിക്കാനുള്ള വഴി എന്താ? അത്യന്തിക വിശുദ്ധിയാണ്. പുത്രന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുക. വചനം പറയുന്നു റോമർ 8:29 മുതൽ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചു. വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരിക്കുമെന്നല്ല മക്കളെ, തേജസ്കരിച്ചുമിരിക്കുന്നു. സഹോദരങ്ങളെ, ദൈവ മഹത്വം, ദൈവ തേജസ് നമ്മിൽ ഇറങ്ങി വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഏക മാർഗമേ ഉള്ളൂ. അത് ക്രിസ്തുയേശുവിന്റെ രക്തത്താലുള്ള നീതീകരണമാണ്. അവൻ നീതി തേജസ്സിലേക്ക് വഴി തുറക്കുന്നു. ദൈവ മഹത്വത്തിലേക്കുള്ള കവാടമാണ് പുത്രന്റെ രക്തത്താലുള്ള നീതീകരണം.
വചനം വ്യക്തമാക്കുന്നു. റോമാലേഖനം 3:23-24 ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നാം നീതീകരിക്കപ്പെട്ടത്. അവന്റെ കൃപയാൽ എന്ന് പറഞ്ഞാൽ നിന്റെ പെർഫോമൻസ് കൊണ്ടല്ല, അവന്റെ കൃപയാൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. അടുത്ത വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കും. നീതീകരണം എന്നതിന് കോടതികളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യവഹാര പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇക്കായോസിസ്. അങ്ങനെയുള്ള ഒരു ഗ്രീക്ക് വേർഡാണ് കൊടുത്തിരിക്കുന്നത്, ഇക്കായോസിസ്. എന്താ ഇക്കായോസിസ്? സുപ്രീം ജഡ്ജ് പുറപ്പെടുവിക്കുന്ന നീതിയുള്ള വിധി, അതാണ് ഇക്കായോസിസ്. സ്വർഗത്തിലേക്ക് നോക്കുക. മഹാദൈവം നീതിയുള്ള ന്യായാധിപതിയായി സിംഹാസനത്തിലിരിക്കും. പിതാവിന്റെ വലതു ഭാഗത്ത് ഒരു അഡ്വക്കേറ്റ് നിൽപ്പുണ്ട്, പ്രിയപുത്രനായ ക്രിസ്തു. പുത്രനിൽ ആശ്രയിക്കുന്നവനെ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്നു. ഈ വിധിയാണ് ഇക്കായോസിസ്. ഇവൻ ചെയ്തു കൂട്ടിയ കുറ്റങ്ങളുടെ കൂമ്പാരമടങ്ങിയ ഫയലുകൾ സ്വർഗീയ കോടതി ഉണ്ടായിരുന്നിട്ടും പുത്രന്റെ കക്ഷിയായതുകൊണ്ട് ഇക്കായോസിസ് ശിക്ഷിക്കാതെ വിടുന്നു. സുപ്രീം കോടതിയുടെ നിയമം, പരമോന്നത കോടതിയുടെ ഉത്തരവ്. സുപ്രീം ജഡ്ജി ശിക്ഷിക്കാതെ വിട്ടവനെ കുറ്റവാളി എന്ന് വിധിക്കാൻ ഒരുത്തനും അധികാരമില്ല. നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവൻ ആർ? വചനം പറയുന്നു, യോഹന്നാൻ 8:36, പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ദുഷ്ടാത്മസേനകൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയാത്ത നിലയിൽ പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കും. യെസ്, ശത്രുവിന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത നിലയിൽ മക്കളെ പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തും. കുഞ്ഞെ, പുത്രനുള്ള വിശ്വാസം മൂലം നിന്റെ മേൽ ചുമത്തപ്പെട്ട നീതി നിന്നെ എവിടേക്കാ നടത്തുന്നറിയാമോ? റോമർ 5:2, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. വിശ്വാസത്താൽ തേജസ്സിലേക്ക് ദൈവം നമ്മെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമ്മെ കൃപയിലേക്കാണ്, തേജസ്സിലേക്കാണ് നടത്തിയത്. പരിശുദ്ധാത്മാവ് നടത്തിയത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവര് ദൈവത്തോട് സമാധാനമുണ്ട്. അവൻ തോട്ടത്തിൽ തമ്പുരാന്റെ കാലൊച്ച കേൾക്കുമ്പോൾ പേടിച്ചോടി ഒളിക്കത്തില്ല, മറിച്ച് തിരുസന്നിധിയിൽ സന്തോഷിക്കും. ക്രിസ്തുവിലേക്ക് വന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം, കൈമോശം വന്നതെല്ലാം, നീ കളഞ്ഞു കുളിച്ചതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. ഏതെനിൽ തേജസ് നഷ്ടമായി, തേജസ്സിന്റെ നിത്യഘനം ലഭിക്കും. ഏതെനിൽ ജീവൻ നഷ്ടമായി, നിത്യജീവൻ ലഭിക്കും. ഏതെനിൽ പദവി നഷ്ടമായി, മകനെന്ന പദവി, മകളെന്ന പദവി ലഭിക്കും. ഏതെനിൽ അധികാരം നഷ്ടമായി, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ലഭിക്കും. അതുകൊണ്ടാ മോശ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, മറ്റൊന്നും എനിക്ക് വേണ്ട, അങ്ങയുടെ തേജസ് എനിക്കൊന്ന് കാണണം. അതിന് ദൈവം കൊടുത്ത മറുപടി എന്താ? പുറപ്പാട് 33:20, നിനക്കെന്റെ മുഖം കാണാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, മോശേ, എന്റെ തേജസ് കാണാനുള്ള കപ്പാസിറ്റി നിന്റെ കണ്ണിനില്ല, താങ്ങാനുള്ള കരുത്ത് നിന്റെ ശരീരത്തിനില്ല. ഒരിക്കൽ തേജസ്സിന്റെ ഒരു അംശം കാണാനുള്ളതായ പൗലോസ് പറയുന്നു, 1 തിമോത്തിയോസ് 6:16, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അങ്ങനെയെങ്കിൽ ദൈവത്തെ കാണണമെന്നുള്ള ആശ സാധിക്കാതെ വരുമോ? നല്ല കർത്താവ് അതിനൊരു വഴി തുറന്നു. പുറപ്പാട് 33:21, ദൈവം പറയുന്നു, എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, ഈ പാറമേൽ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ ആ പാറയുടെ പിളർപ്പിൽ നിന്നെയാക്കും. മോശയെ, ഉൾക്കൊള്ളാൻ കഴിയും വിധം എന്റെ തേജസ് കാണാൻ പറ്റും. അതിനായി പിളർക്കപ്പെട്ടൊരു പാറ വേണം. ദൈവം കാണിക്കുന്ന പാറയുടെ പിളർപ്പിൽ നിൽക്കുന്നവന് ഗ്ലോറി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അവൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങളെ, പിളർക്കപ്പെട്ട ആ പാറ ക്രിസ്തുവാണെന്ന് വെളിപ്പെടുന്നു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നെല്ലാവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. നഷ്ടപ്പെട്ട തേജസ് നിനക്ക് മടക്കിത്തരാൻ വേണ്ടി യുഗങ്ങളുടെ പാറയായ ക്രിസ്തു കാൽവരിയിൽ പിളർക്കപ്പെട്ടു. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പ്രാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവേ, നിനക്ക് അവരുടെ തേജസ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നിട്ട് തന്റെ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഈ തേജസ് ഒന്ന് കാണിക്കേണ്ടതിന് ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. മത്തായി 17 വരെ 1 മുതൽ 8 വരെ യേശു 3 പേരെയും കൂട്ടിക്കൊണ്ട് തനിച്ച് ഉയർന്നൊരു മലയിലേക്ക് കൊണ്ടുപോയി. 12 ശിഷ്യന്മാരിൽ നിന്ന് 3 പേരെ സെപ്പറേറ്റ് ചെയ്തു. കുഞ്ഞെ, ദൈവം ആരെങ്കിലും സെപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകും. നിന്നെ ഏതെങ്കിലും മേഖലയിൽ നിന്നും ദൈവം അടർത്തിയെടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പാരമ്പര്യത്തിൽ നിന്ന്, അന്യാരാധനയിൽ നിന്ന്, വൈശാലിക കൂട്ടായ്മയിൽ നിന്ന് ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ, അടർത്തിയെടുത്തെങ്കിൽ, മറ്റാരെയും കാണിച്ചിട്ടില്ലാത്ത, വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ശ്രേഷ്ഠമായ തേജസ്സിൽ വെളിപ്പെടുത്തി നിന്ദിക്കുന്ന മുമ്പിൽ നിന്നെ മാനിക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആമേൻ എന്ന് പറഞ്ഞാൽ വേർപാട്
പാലിക്കാത്തവനെ കാണിക്കാനുള്ളതല്ലെന്ന് തേജസ് വേർപെട്ടവന് ലഭിക്കുന്ന ഭാഗ്യമാണ്. കർത്താവ് എവിടെന്നെങ്കിലും നിങ്ങളെ ചീറ്റിയെടുത്തോ, വേർതിരിച്ചോ, സെപ്പറേറ്റ് ചെയ്തോ, ക്രിസ്തുവിനിത്തം കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ, ദൈവം തന്റെ മഹത്വം നിന്നെയാണ് കാണിക്കുന്നത്, നിന്നിലാണ് തേജസ് നിറയ്ക്കുന്നത്. കുഞ്ഞേ, ദൈവം നിന്നെ വേർതിരിച്ചത് മഹത്വത്തിന്റെ ദർശനം പ്രാപിക്കാനാണ്, തേജസ്സിനാൽ പൊതിയപ്പെടാനാണ്. ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഉയർന്ന മലയിൽ കയറുന്നതിന് ഈസിയല്ലല്ലോ, നല്ല അധ്വാനം വേണം. ദൈവ തേജസ്സിൽ പൊതിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കർത്താവിനോട് കഷ്ടപ്പെടാൻ തയ്യാറാവുക. ഉയർന്ന മലയുടെ അനുഭവം ഉണ്ടാകട്ടെ. ഈ മലകയറ്റം ഈസി വോക്കിംഗ് അല്ലായിരുന്നു. അതിന്റെ തെളിവ പ്രാർത്ഥനയ്ക്ക് ഇരുന്നവിടെ 3 പേര് ഉറങ്ങിപ്പോയി, അത്രയ്ക്ക് ടയർഡായിപ്പോയി. എന്നാൽ ഉറക്കത്തിൽ ഉണർന്ന് പത്രോസ് കാണുന്നത് യുഗപ്രഭാവമായ മോശയും അത്ഭുത പ്രതിഭാസമായ ഏലിയാവും ദൈവപുത്രനോട് സംഭാഷിക്കുന്നു. ഈ കാഴ്ച കണ്ടവർ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ദൈവപുത്രൻ വെളിച്ചം പോലെ വെള്ളയായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഒരാൾ പറയുക, മറ്റൊരാൾ എഴുതിയിരിക്കുന്നു ഒരു അലക്കാരനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത വസ്ത്രം. മറ്റൊരാൾ പറയുന്നു വെണ്മയുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രഭയെ പറ്റി വർണ്ണിക്കാൻ വാക്കുകളില്ലാതെ അറിയാവുന്ന വാക്കുകൾ രേഖപ്പെടുത്തുകയാണ്. ശതകോടി സൂര്യപ്രഭയെ വെല്ലുന്നതാ ഗ്ലോറിയസ് വിഷൻ, തേജസ്സിന്റെ കാഴ്ച. പത്രോസ് എപ്പോഴാ തേജസ് കണ്ടത്? ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ. കുഞ്ഞേ, ഉറക്കത്തിൽ നിന്ന് ഉണരാമോ? ദൈവ തേജസ് കാണാം. ഉറക്കം തോന്നിയുള്ള ആരാധന തേജസ് വെളിപ്പെടുത്തില്ല കേട്ടോ. ഉണർന്ന് ആരാധിക്കുന്ന കൂട്ടത്തിന് നടുവിൽ ദൈവ തേജസ് മേഘം പോലെ ഇറങ്ങി വരികയും ചെയ്യും. സങ്കീർത്തനക്കാരൻ പറയുന്നു 17:15, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഈ വാക്യം NIV നോക്കൂ, അവിടെ വ്യത്യസ്തമാണ്. ഞാൻ നിന്റെ സ്വരൂപത്തിൽ ഉണരുമ്പോൾ തിരുമുഖം കണ്ട് തൃപ്തനാകും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ നമ്മുടെ ക്ഷണികമായ ജീവിതം ദീർഘമായ ഒരു ഉറക്കത്തിന് വഴിമാറുന്ന കാലം വരുന്നു. എന്നാൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിച്ചുയരുമ്പോൾ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്ന വിശുദ്ധന്മാർ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പുത്രന്റെ സ്വരൂപത്തിലായിരിക്കും. അന്ന് നാം അവന്റെ തിരുമുഖം കണ്ട് തൃപ്തരാകും. അതെ, അവനെ തനിരിക്കുന്നത് പോലെ തന്നെ കാണും. മഹത്വത്തിന്റെ നേർക്കാഴ്ച പത്രോസിനുണ്ടായപ്പോൾ അവൻ പറയുന്നു 3 കുടിലുണ്ടാക്കാം, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് യേശുവിന്. പത്രോസെ, തനിക്ക് കുടിലൊന്നും വേണ്ടേ? എന്താ അത് പറയാത്തത്? മഹത്വത്തിന്റെ കീഴിലായ പത്രോസിന് തേജസ് കണ്ടവന് എനിക്കെന്ന ചിന്തയില്ലാതാകുന്നു, സ്വാർത്ഥത ഇല്ലാതെയാകും. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ഇത് മോശയും ഏലിയാവുമാണെന്ന് പത്രോസിനോട് ആരാ പറഞ്ഞത്? രണ്ടുപേരും 2 യുഗങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. ഇവരെ പത്രോസ് പരിചയപ്പെട്ടിട്ടില്ല, ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പക്ഷേ തേജസ് കണ്ടവന് തെറ്റാത്ത വെളിപ്പാടും ലഭിക്കും. അവൻ ശത്രുവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും കർത്താവിനെ വിടുവിച്ചുവെന്ന് പത്രോസ് പറഞ്ഞതുപോലെ ദുഷ്ടന്റെ പ്രതീക്ഷകളെ തകർക്കുന്നതാണ് ദൈവ തേജസ്സിന്റെ പ്രത്യക്ഷത. പിൽക്കാലത്ത് പത്രോസ് പറയുന്നു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഹീലിംഗ് മിനിസ്ട്രി കണ്ട സാക്ഷികളെന്നല്ല, ശക്തി കണ്ട സാക്ഷികളെന്നല്ല, മഹിമ കണ്ട സാക്ഷികളാണ്. പ്രിയരെ, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടെ സംഭവിച്ചതെന്താ? ഒരു രൂപാന്തരമല്ലേ? അപ്പോൾ യോഹന്നാൻ എന്താ പറഞ്ഞത്? 2:11, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി പുത്രന്റെ ഗ്ലോറി ഭവനത്തിൽ മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ രൂപാന്തരമുണ്ടായി. അതേ പ്രിയപ്പെട്ടവരെ, മഹത്വം വെളിപ്പെടുന്നിടത്ത് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും, രൂപാന്തരം ഉണ്ടാകും. കുഞ്ഞുങ്ങളെ, ലെമണും ഓറഞ്ചും ഒക്കെ ജ്യൂസാക്കാൻ 2-3 മിനിറ്റ് മതി. പക്ഷേ വീഞ്ഞുണ്ടാക്കാൻ മാസങ്ങൾ തന്നെ വേണ്ടിവരും. മാസങ്ങൾ എടുക്കേണ്ട പ്രോസസ്സ് മഹത്വം വെളിപ്പെട്ടപ്പോൾ സെക്കൻഡുകൾക്കകം സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പുലരി നിന്റെ ഭവനത്തിൽ ദൈവമഹത്വം വെളിപ്പെട്ടാൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് സെക്കൻഡുകൾക്കകം നീക്കുപോകുണ്ടാകും. ആമേൻ. മരുഭൂമിയിൽ ദൈവമഹത്വം ആവസിച്ച പെട്ടകത്തിനകത്ത് ഉണങ്ങിയ വടി വെച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തളുത്തു പൂത്തു ഫലം കായ്ച്ചതുപോലെ മഹത്വം വെളിപ്പെട്ടാൽ നിമിഷങ്ങൾക്കകം മഹാത്ഭുതം സംഭവിക്കും. കുഞ്ഞേ, മഹത്വത്തിനകത്തിരുന്നാൽ എത്ര ഉണങ്ങിയാലും നീ തളിരണിയുമെന്ന്. യെസ്, തേജസ്സിനകത്തിരുന്നാൽ നീ പൂവിടും. നിഷ്ഫലമായ ജന്മമെന്ന് വിധിയെ പഴിക്കുന്ന അവൻ സഹോദരി, തേജസ്സിലേക്ക് വരിക, നിന്നിൽ ഫലം നിറയും. മക്കളെ, വെളിപ്പെട്ട തേജസ്സിന്റെ ശ്രേഷ്ഠത ഇതാണെങ്കിൽ നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് എത്ര മഹത്തായിരിക്കും. പൗലോസ് പറയുന്നു റോമർ 8:18, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നു. മഹത്വം കണ്ടവന് കഷ്ടം പ്രശ്നമല്ല, തേജസ് കണ്ടവന് വേദന പ്രശ്നമല്ല. അവൻ പറയും, മോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. തേജസ്സിനായി മുന്നിയപ്പിക്കേറ്റ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നീതി സൂര്യനായി വെളിപ്പെടാൻ കാലമായി. ഉണരാൻ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാം. നീതിയുടെ മാർഗത്തിലൂടെ തേജസ്സിലേക്ക് നടന്നെടുക്കാം. തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിച്ചവരായി പ്രിയന്റെ മുന്നിൽ
അഭിമാനത്തോടെ നിൽക്കുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മം സഹായിക്കട്ടെ. കർത്താവിന്റെ അരുളപ്പാട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അറിയിച്ചത് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. ദയവായി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താലും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പറിലൂടെ ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അത് 9072141834. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന പക്ഷം വീണ്ടും നമുക്ക് പ്രാർത്ഥനയുടെ വചന കേൾവിക്കായി ഒരുമിച്ച് കൂടാം. അതുവരെ കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കാം. God bless you in Jesus' name.